ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കരാമയിലോട്ടാണ്. കരാമയിലാണെങ്കിൽ റമദാൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 വീക്സിൻ്റെ പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. ഈവനിങ്ങിലാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ഒരു 6:30 തൊട്ട് മിഡ് നൈറ്റ് വരെ ഉണ്ടായിരിക്കും പ്രോഗ്രാം. പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഡാൻസ്, പാട്ട്, ഗെയിംസ്, അതോടൊപ്പം തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടിന്യൂസ്ലി ഇത് 3-ാമത്തെ വർഷമാണ് ഈ സെയിം പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമുക്ക് ഷുവർ ഇല്ല പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രശ്നം പാർക്കിംഗ് ആണ്. പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത്. എന്തോ ഭാഗ്യത്തിന് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ സെയിം പ്ലേസിൽ തന്നെ പാർക്കിംഗ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 6 മണി ആയപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 6:30 ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേപ്പുട്ടിലാണെങ്കിൽ അവിടെ 51 വെറൈറ്റീസിലുള്ള സ്നാക്സൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഉള്ളിൽ സ്പേസിൽ ഇരിക്കാനായിട്ട് ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചായയും സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ആ ഒരു സ്ട്രീറ്റ് ഫുള്ളായിട്ടാണ് പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രോഗ്രാംസ് ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. 8 o'clock ആകുമ്പോഴാണ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാൻസ്, മ്യൂസിക് അങ്ങനത്തെ ഒക്കെ. പക്ഷേ ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഈ ഒരു ടൈമിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്നത് പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സ്റ്റേജിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കിഡ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവർക്ക് ഫേസ് പെയിൻറ്റിങ്, അതുപോലെ തന്നെ ബലൂൺസ് വെച്ചിട്ട് ഓരോ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കോട്ടൺ ക്യാൻറ്റീൻ്റെ സ്റ്റോൾ കണ്ടത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ടിയിട്ടുള്ള കോട്ടൺ ക്യാൻഡിയാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഫ്ലേവറും അതുപോലെ തന്നെ കളറൊക്കെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പിങ്കാണ് ചൂസ് ചെയ്തത്. പിങ്കും ബ്ലൂ ആണ് ഉണ്ടായിരുന്നത്. ഫൈനലി നമ്മുടെ കോട്ടൺ ക്യാൻഡി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആൾക്ക് കൊടുത്തപ്പോൾ ഒരു വികാരം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന്. അവനാണെങ്കിൽ അത് കഴിക്കുകയും ചെയ്തില്ല. കുറച്ച് മധുരം കൂടുതലായിരുന്നു അത്. ഫസ്റ്റ് ഐറ്റം ഫ്ലോപ്പ് ആയതിന് ശേഷം സെക്കൻഡ് ട്രൈ ചെയ്തത് ചിൽഡ് പാലട പായസമായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഈ കാണുന്ന തിരക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഓരോ ഐറ്റം വൈറലായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ വൈറൽ ഐറ്റം വാങ്ങിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. വേറെ ഒന്നല്ല, ഓരോ ജാറിലായിട്ട് കിട്ടുന്ന ഫലൂഡ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണിത്. അതാണ് ഈ വർഷത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. ഞങ്ങളെന്തായാലും അത് ട്രൈ ചെയ്യാൻ നിന്നില്ല. നമുക്ക് അത്ര ടൈം ഇവനെയും കൊണ്ട് നിൽക്കുക എന്നുള്ളത് പോസിബിളല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ കാണാമെന്ന് വിചാരിച്ച് നടന്നു. പിന്നെ ഇനി കാണാനുള്ളത് ഇതേപോലത്തെ ഓരോ കൗണ്ടേഴ്സും അതുപോലെ തന്നെ ഗെയിംസിൻ്റെ സെക്ഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് കാര്യമായിട്ട് അങ്ങനെ കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ കണ്ടു. ചെറിയ രീതിയിൽ കുറച്ച് ഫുഡൊക്കെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ കൂടുതലൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ആ കോട്ടൺ ക്യാൻഡി കഴിച്ചതുകൊണ്ട് ഭയങ്കര മധുരമായിരുന്നു. പിന്നെ വേറൊന്നും ട്രൈ ചെയ്യാനായിട്ട് തോന്നിയില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രോഗ്രാം എല്ലാം കൊള്ളാം. പിന്നെ നമുക്ക് ഡാൻസ് പരിപാടികളൊന്നും കാണാൻ പറ്റിയില്ല. അതെല്ലാം 8 മണി കഴിയും തുടങ്ങാനായിട്ട്. നമ്മൾ പിന്നെ വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്.
കുറച്ച് നേരം കൂടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പോക്കുട്ടനാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോകാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ തന്നെ കാണാം ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള തിരക്ക്. എന്തായാലും നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇവിടെ നിന്നൊന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.